നമ്മുടെ വീട്ടിലെ പുതിയ മെമ്പറിന് പുതിയ കൂട്ടുകാരനെ കിട്ടിട്ടോ, പുതിയ കളിക്കൂട്ടുകാരൻ. ഇത്ര നാൾ ഉറുമ്പുകളായിരുന്നെങ്കിൽ ഇതേ ഇന്ന് കിട്ടിയേക്കണ തവളയാട്ടോ. തവളേനെ ഇവൻ ആദ്യമായിട്ട് കാണണേന്ന് തോന്നുന്നു. വാലൊക്കെ വെച്ചേക്കണുണ്ട് കേട്ടോ, വാലൊക്കെ ഭയങ്കര വിടർത്തിയങ്ങ് വെച്ചേക്കാണ് കളിക്കാൻ വേണ്ടിയിട്ട്. തവള ഇപ്പം അനങ്ങാണ്ടിരിക്കണ്ട കേട്ടോ, അവൻ അപകടകാരിയാന്ന് വിചാരിച്ച് തവള അനങ്ങാണ്ടിരിക്കുന്നുണ്ട്. ഓടിത്തുടങ്ങുമ്പോൾ അവൻ പുറകെ പോകുമെന്ന് കാണാട്ടോ. ഇവരൊക്കെ വളർത്തിയാലുള്ള ആകെയുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇവർ എപ്പോഴാണ് നമ്മളെ വിട്ട് പോകണമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് മെയിൻ ഇഷ്യൂ. ഇപ്പോൾ കിക്കി തന്നെ വീട്ടിൽ നിന്ന് ഇപ്പോൾ പോയിട്ട് 21 ദിവസമായി. എന്താ പറ്റിയെന്ന് നമുക്കൊന്നും അറിയില്ല. കുറേ അന്വേഷിച്ച് നടന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പോഴും വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അതുകൊണ്ട് അതും കിക്കിയാണെങ്കിൽ മറ്റ് പൂച്ചകളെ പോലെ അറിഞ്ഞില്ല. മറ്റ് പൂച്ചകളാണെങ്കിൽ ചക്കിയാണെങ്കിലും മിക്കിയാണെങ്കിലും ഇടയ്ക്ക് ഒരു അസുഖമൊക്കെ വന്ന് നമ്മൾ കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് രക്ഷിച്ച് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ആൾക്കാരാണ്. കിക്കിയാണെങ്കിൽ വളരെ ഭയങ്കര ഒരു നല്ല ഹെൽത്തി ക്യാറ്റായിരുന്നു ചെറുപ്പം തൊട്ടേ. അങ്ങനെ അസുഖങ്ങളൊന്നും അധികം വന്നിട്ടില്ല. ആകെ കുറച്ച് രോമം ഇടയ്ക്ക് പോകുന്നൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ അപ്പം തന്നെ മരുന്നിട്ട് കൊടുത്ത് സോൾവ് ആയതായിരുന്നു. അത്രയും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന ക്യാറ്റാണ്. ഈ സുപ്രഭാതത്തിൽ പെട്ടെന്ന്, പ്രഭാതത്തിലല്ല രാത്രിയാണ്, രാത്രി പെട്ടെന്ന് ഒരു എക്സ്പെക്റ്റേഷൻ പോലും നമുക്ക്, നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെ ഒറ്റയടിക്ക് അവനെ കാണാതെ പോയത്. അപ്പോൾ നമുക്ക് ഇവരെയൊക്കെ വളർത്തുമ്പോൾ അതാണ് മെയിൻ ഇഷ്യൂ. എപ്പോഴാണ് നമ്മളിവിട്ട് പോകുകയെന്നറിയില്ല. അപ്പോൾ എന്തായാലും ഇവൻ നമ്മുടെ വീട്ടിൽ അങ്ങ് അഡ്ജസ്റ്റ് ആയിട്ടോ.